എൻ്റെ മോനിക്ക് എല്ലാവരും ഞാനെന്നെ സഹായിക്കണം. എല്ലാവരും എൻ്റെ മോനിക്ക് എല്ലാവരും ഉണ്ട്. മോനെ എൻ്റെ പൊന്നു മോൻ്റെ എൻ്റെ മോനക്ക് ദീർഘായുസ്സ് കൊടുക്കണം. നല്ല പെണ്ണത്തിലാക്കല്ല. എൻ്റെ പൊന്നെ മോനെ എന്നെ പോലെ ജീവിക്കണേ. എൻ്റെ പൊന്നെ മോനെ എൻ്റെ മോനെ മരത്തിന് വിട്ടുകൊടുക്കറ. എല്ലാവരും കൂടെ സഹായിക്കുക. കുടുംബത്തിൽ എല്ലാവരും ഒപ്പരം ജീവിക്കേണ്ട മോനാണ്. എൻ്റെ മോനെ രക്ഷിക്കണം. മക്കളെ പോലെ കണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം. മോനിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ട പോലെ. ഇതുവരെ എൻ്റെ മോനിക്കൊരു ഭക്ഷണത്തിന്റെ രുചി അറിയില്ല. നമ്മളെല്ലാം ആഗ്രഹം ഒരു ഭക്ഷണം കഴിച്ച് കാണും. എൻ്റെ മോനെ സഹായിക്കണം. എൻ്റെ മോനിക്ക് എല്ലാവരും മോന് സങ്കടപ്പെടണ്ട കേട്ടോ. മോനിക്ക് എല്ലാവരും പൊന്നു മോനെ. ഭയങ്കര ഇഷ്ടപ്പെട്ട മോനെ. അസ്സലാമലൈക്കും. എല്ലാവരും എന്നെ സഹായിക്കണം. എനിക്ക് ജീവിച്ച് പുറത്തു വന്നിട്ടില്ല. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് മമ്പറം പെർളശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത് 14 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് റൈഹാൻ എന്ന് പറയുന്ന പിഞ്ചു മകൻ്റെ വീട്ടിലാണ്. ഈ മകൻ്റെ വളരെയധികം സങ്കടാർഹമായ ഒരവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യമായി ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തും പരമാവധി സഹായങ്ങൾ ചെയ്തു നൽകിയും ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം പടച്ചവനെ ഓർത്ത് ചെയ്തു നൽകണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കിഡ്നി രോഗം പിടിപെട്ട് ഉടനടി തന്നെ കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ ജീവന് തന്നെ ആപത്ത് സംഭവിക്കുമെന്ന് എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞതിൽ പിന്നെ ഈ കുടുംബത്തിൻ്റെ കൂട്ടക്കരച്ചിലാണ്. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു പൊന്നുമോൻ്റെ അവസ്ഥ ഞങ്ങളുടെ മുമ്പിൽ അറിയിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. ഏകദേശം 25 ലക്ഷം രൂപയോളം അടിയന്തരമായി കണ്ടെത്തിയാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ഈ പിഞ്ചു മകനെ എനിക്ക് സ്കൂളിൽ പോകണം, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പഠിച്ച് എൻ്റെ മാതാപിതാക്കളെ നല്ല രീതിയിൽ നോക്കണമെന്ന് വളരെ സങ്കടത്തോടു കൂടി പറയുന്ന ഈ പിഞ്ചു മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അകമഴിഞ്ഞ് നിങ്ങൾ നന്മ നിറഞ്ഞ ലോകമെമ്പാടുമുള്ള സൗഹൃദങ്ങളുടെ സഹായം ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന ഓരോ നന്മ നിറഞ്ഞ ആളുകളോടും വളരെ സങ്കടത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഉമ്മയുടെ കരച്ചിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ പൊന്നുമോന്റെ വളരെ സങ്കടാർഹമായ അവസ്ഥ കാണാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന ഈ ഒരു നിമിഷം തന്നെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു നൽകി പരമാവധി അടിയന്തരമായി സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണേ. ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ, ഈ ഒരു വളരെ സങ്കടാർഹമായ അവസ്ഥ, ഈ ഒരു വളരെ വേദനാർഹമായ അവസ്ഥ നിങ്ങൾ കാണാതെയും കേൾക്കാതെയും പോകരുത്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഈ പിഞ്ചു മകന്റെ ജീവൻ നിലച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ നാളെ പടച്ചവന് മുൻപിൽ നമ്മൾ മറുപടി പറയേണ്ടത്. ഇവിടെ നിന്ന് ഇവരുടെ കൂട്ടക്കരച്ചിലുകൾ കാണാൻ സാധിക്കണില്ല. ഇവർ പറഞ്ഞൊരു വാക്ക്, നാളെ ഇതുവരെ എൻ്റെ പൊന്നു മോന് രുചിയുള്ളൊരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നാ. ഞങ്ങളുടെ മക്കളൊക്കെ കഴിക്കുന്ന പോലെ ഒരു രുചിയുള്ള ഭക്ഷണം പോലും കഴിക്കാനുള്ളൊരു അവസരം എൻ്റെ പൊന്നുമോനിക്ക് ഉണ്ടായിട്ടില്ല. ഈ ഒരു സർജറി കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നുമോന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഒരു രുചിയുള്ള ഭക്ഷണമെങ്കിലും കഴിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണമെന്ന് നെഞ്ചി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സങ്കടാവസ്ഥ, ഈ ഒരു സങ്കട കാഴ്ച നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുതേ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണേ എന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചോളൂ. മുഹമ്മദ് റിഹാൻ എന്ന് പറയുന്ന പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് പ്രിയപ്പെട്ടവരെ നാട്ടുകാരും വീട്ടുകാരും കമ്മിറ്റി അംഗങ്ങളും വളരെ വേദനയോടുകൂടി വളരെ സങ്കടത്തോടുകൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളോട് സഹായം അഭ്യർത്ഥിക്കാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ സുമനസ്സുകളും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നുമോനെ അടിയന്തരമായി ചികിത്സ നൽകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ റിഹാൻ എന്ന പൊന്നുമകൻ പഠനത്തിന് വേണ്ടി സ്കൂളിലും മദ്രസയിലേക്കൊക്കെ പോകാൻ വേണ്ടി താല്പര്യപ്പെടുമ്പോൾ പൊന്നുമോന് വലിയ പ്രയാസമാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ആത്മാർത്ഥമായി നമ്മളോട് ഒരു മകനെ പോലെ
നമ്മളൊരു കൊച്ചനുജനെ പോലെ ആ റിഹാനെ ആത്മാർത്ഥമായിട്ട് അകമഴിഞ്ഞ് അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നല്ലവരായ നാട്ടുകാർ കുട്ടീൻ്റെ ചികിത്സയെ ബന്ധപ്പെട്ട് എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ റിഹാൻ വൃക്ക സംബന്ധമായ അസുഖം മൂലം വളരെയധികം വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ പൊന്നുമോനെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇരു വൃക്കകളും നഷ്ടപ്പെട്ട മുഹമ്മദ് റിയാൻ അവൻ്റെ എല്ലാവരും കൂടി കഴിവിൻ്റെ പരമാവധി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വൃക്ക മാറ്റിവെച്ചെങ്കിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നൊരവസ്ഥ വന്നപ്പോഴാണ് അവർ നാട്ടിലെ സമൂഹത്തിൻ്റെ സഹായത്തിനായി അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതിന് അകമഴിഞ്ഞ സഹായം ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കണം. ഈ പൊന്നുമോനെ തിരിച്ചൊരു ജീവിതത്തിലേക്ക് നിങ്ങളെല്ലാവരും എത്തിക്കണം. റിഹാൻ എന്ന പൊന്നുമോനെ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം. ഈ പൊന്നുമോനെ എല്ലാവരും കൂടി ഒന്ന് സഹായിക്കണം. റിഹാൻ എന്ന പൊന്നുമോനെ നിങ്ങളെല്ലാവരും സഹായിക്കണം. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നുള്ള വിശ്വാസത്തോട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.